നമസ്കാരം പ്രിയരെ. അങ്ങനെ കേരളം കാത്തിരുന്ന കേരളത്തിൻ്റെ വിധി നമ്മുടെ മുന്നാകെ വന്നിരിക്കുകയാണ്. കേരളം ആര് ഭരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമേകി വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിനെ ജനങ്ങൾ മടുത്തു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം തന്നെയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ എന്താണോ ആഗ്രഹിച്ചിരുന്നത്, അവർക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അവർ വിചാരിച്ചിരുന്നു, അതെല്ലാം അവർ ചെയ്യാനായിട്ട് നന്നായി ശ്രമിച്ചു. വയനാട് മുതൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഫ്ലെക്സ് വെക്കുവാൻ വേണ്ടി മാത്രം എത്ര കോടിയാണാവോ ഇവർ ചെലവഴിച്ചിരിക്കുന്നത്. LDF എന്ന് പറഞ്ഞാൽ, CPM എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ പാർട്ടി എന്ന് നാം അന്വേഷിക്കേണ്ടി വരും. കാരണം എന്തെന്നാൽ ഫ്ലെക്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും കാര്യസ്ഥനായ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ സ്വയം വാഴ്ത്തിക്കൊണ്ടേയിരുന്നു. മനുഷ്യനെ ജനാധിപത്യ വേദി എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കുവാനുള്ള അവർ നൽകുന്ന അവസരത്തെ, അതും വിനയാന്വിതനായി നിന്നുകൊണ്ട് അവരുടെ ചോദ്യങ്ങളെ ഫേസ് ചെയ്ത് ഒരു പൗരൻ എന്ന രീതിയിൽ ആരെന്ത് ചോദിച്ചാലും വിനയാന്വിതനായി മറുപടി പറയുവാൻ ബാധ്യസ്ഥനായ ഒരു ജനപ്രതിനിധി ഈ നിയമസഭാ മത്സരകാലത്ത് തന്നെയാണ് നാം കണ്ടത്. മത്സരവേദിയുടെ ഭാഗമായിട്ട് പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിനിടെ ഒരു പൗരൻ ചോദിച്ച ചോദ്യത്തിന് അത് പോയി വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പം എന്തായി? ഇപ്പോൾ അങ്ങനെ പോയി വീട്ടിൽ പോയി ഇരിക്കുന്ന ജനങ്ങൾ തന്നെ പറഞ്ഞു വന്നില്ലേ, നിങ്ങളിനി ഞങ്ങളുടെ മുന്നിലേക്കൊന്നും പറഞ്ഞു വരണ്ട, നിങ്ങൾ പോയി വീട്ടിലിരിക്കാൻ സമയമായി. അധികാര കസേര എന്നത് അതൊരു ലഹരി തന്നെയാണ്. അത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അത് കൈവിട്ട് കളിക്കാൻ അവർ തയ്യാറല്ല. അത് UDF ആയാലും LDF ആയാലും ഏത് നേതാവായാലും അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് മരണം തന്നെ ഈ അധികാര കസേരയിൽ ഇരുന്ന് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോരുത്തരും. അപ്പോൾ എന്താണേലും ഈ പിണറായി വിജയൻ്റെ അയാളെ മടുത്തത് കൊണ്ട് തന്നെയാണ് അവർ പറയുന്നുണ്ട്, അവർ 10 വർഷം കൊണ്ട് ഇവിടം കേരളത്തെ അങ്ങ് എന്താ പറയുക, ജനങ്ങളെല്ലാം ആഗ്രഹിച്ച രീതിയിലെല്ലാം കൊടുത്തു എന്നുള്ളത്. അത് ഇലക്ഷൻ്റെ തന്ത്രമെന്ന രീതിയിൽ ആ ഇലക്ഷൻ അടുത്ത സമയത്ത് അവർ മാസങ്ങളോളം മുടങ്ങിക്കിടന്ന പെൻഷനൊക്കെ കൊടുക്കാൻ അത് ശ്രദ്ധിച്ചു. അപ്പോൾ പെൻഷൻ കൊടുത്തുകൊണ്ട് ജനത്തിനെ കയ്യിലെടുക്കാമെന്നവർ വിചാരിച്ചു. പക്ഷേ എന്ത് പറ്റി? ജനങ്ങൾ ബോധമുള്ളവരാണ്, വിവേകമുള്ളവരാണ്. ഈ സർക്കാരിനെ മടുത്ത് തുലഞ്ഞ് നാറാണക്കല്ലാവട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് LDFിലുള്ള ആൾക്കാർ പോലും UDFന് വോട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് കയറി വന്ന ജനനേതാക്കളാണ് ഇവർ. ഇനി ഇവരോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ നിൽക്കുന്ന 4 നേതാക്കന്മാരെ നോക്കുമ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ സമയത്താണ് KC വേണുഗോപാലിന് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ MP ആക്കി വിട്ടത്, പാർലമെൻറ്റിലേക്ക് അയച്ചത്. ജനത്തെ വിഡ്ഢിയാക്കല്ലേ നേതാക്കന്മാരെ, വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ നൽകുന്ന നികുതി പണമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്ന ഓരോ ഇനത്തിനും, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചെലവഴിക്കേണ്ട ഓരോ ഇനത്തിനും മുടക്കുന്ന പൈസയെന്നോ നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, MP ആയി തെരഞ്ഞെടുത്തയാളെ വരുന്ന 5 വർഷക്കാലം അയാൾ അവിടെ തന്നെ നിന്ന് ആ ചുമതല നന്നായി നിർവഹിക്കട്ടെ. അതിനോടൊപ്പം ഇവിടെ ഇപ്പോൾ നമ്മുടെ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചവർ അതിൽ വളരെ യോജിപ്പോടുകൂടി ഐക്യതയോടുകൂടി ഏത് നേതാവിനെയാണോ നിങ്ങൾ നോക്കുന്നത് ആ നേതാവിനെ ഭരിക്കാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് അല്ലാത്ത പക്ഷം ഇവിടെ നിങ്ങൾ നേതാക്കന്മാരുടെ പേരിൽ ഒരിക്കലും ഒരു വാക്ക് തർക്കമോ അതേപോലെ തന്നെ തമ്മിൽ തല്ലോ അതേപോലെ തന്നെ അധികാര കസേരയ്ക്ക് വേണ്ടി വാക്പോരുകളോ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഭിന്നതയുണ്ടാക്കാതെ ഐക്യത്തോടു കൂടി തന്നെ പരസ്പരം ആലോചിച്ച് ഒരാളെ മുന്നോട്ട് കൊണ്ടുവന്ന് അയാളെ ആയിരിക്കണം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് മുഖ്യമന്ത്രിയായിട്ട് ആ ഒരു പദവിയിൽ ഇരുത്തേണ്ടത്. ഒരു പദവിയിലേക്ക് KC വേണുഗോപാൽ മത്സരിച്ചു, അയാളെ MP ആയി തിരഞ്ഞെടുത്ത് വിട്ടിട്ട് അധികകാലമൊന്നും ആയില്ലല്ലോ. ഇനി അയാളെ കേരളത്തിലേക്ക് വിളിച്ചു, കേരളത്തിൻ്റെ മുഖ്യ സ്ഥാനവും കൊടുത്തു, വീണ്ടും ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യാനായിട്ട് പൊതുജനം കഴുതയല്ല, പൊതുജനത്തെ വിഡ്ഢിയാക്കാത്ത രീതിയിലായിരിക്കണം ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു വെച്ച നിങ്ങളൊരു കാര്യം പറഞ്ഞു വെച്ചിരുന്നല്ലോ,
ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഒരു പദ്ധതിയെപ്പറ്റി ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ഞങ്ങൾ നടപ്പിലാക്കുന്ന വാഗ്ദാനങ്ങൾ ഇതൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞു വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പെൻഷൻ വർധന 3000 രൂപ, പിന്നെ പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം കൊടുക്കുന്നത്, പിന്നെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, പിന്നെ സംരംഭകർക്കുള്ള കാര്യങ്ങൾ, പിന്നെ ഇവിടെ വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് ജോലി ഇവിടെ തന്നെ കൊടുക്കും, പുറത്തേക്ക് വിദേശ രാജ്യത്തേക്കൊന്നും പോകേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ പാലം കടക്കുവോളം എന്നത് മാത്രമാവരുത്. ഇപ്പോൾ പാലം നിങ്ങൾ കടന്നു, ഇനിയാണ് ഞങ്ങൾ നിങ്ങളെയൊക്കെ നോട്ടമിടുന്നത്. അതുകൊണ്ട് ഓർക്കുക, രാജാവൊന്നും അല്ല നിങ്ങൾ, ഞങ്ങളാണ്. നിങ്ങൾക്ക് ഭരണം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് വോട്ട് ചെയ്ത് ഞങ്ങൾ തന്നെയാണ്, ജനങ്ങൾ തന്നെയാണ് രാജാക്കന്മാരെന്ന തിരിച്ചറിവോടുകൂടി ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്നതിന് വേണ്ടി ചക്കരക്കുടത്തിൽ കൈയിടാനാവരുത് നിങ്ങളുടെ നോട്ടം. മറിച്ച് ആ ചക്കരക്കുടത്തിൽ എന്താണോ ഉള്ളത് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് ഈ UDFന് കഴിയട്ടെ. നിങ്ങൾക്ക് വോട്ട് തന്നിരിക്കുന്നത് LDFിലുള്ള ആൾക്കാർ തന്നെയാണ്, അത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഈ LDFിൽ നിൽക്കുന്ന ആളുകളെ മിക്കവരും ഇത്തവണ UDFന് വോട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അഹങ്കാരമില്ലാതെ വിനയാന്വിതരായിട്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അടുത്ത 5 വർഷം വളരെ ഐക്യത്തോടുകൂടി തമ്മിൽ തല്ല് ഒഴിവാക്കിക്കൊണ്ട് ജനനേതാക്കളായി പരസ്പരം യോജിപ്പും നല്ലൊരു കോർഡിനേഷനും ഒക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാനായിട്ട് UDF എന്ന ആ ഒരു തലത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഐക്യതയോടുകൂടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാകണം എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ നമ്മളിവിടുന്ന് തെരഞ്ഞെടുപ്പിലേക്ക് ഫേസ് ചെയ്ത് MP ആയിട്ട് തിരഞ്ഞെടുത്ത KC വേണുഗോപാലിനെ ആ സ്ഥാനത്ത് ഇരിക്കാൻ അനുവദിക്കുക ദയവ് ചെയ്തു. എന്നിട്ട് ബാക്കി ഇവിടെ തിരഞ്ഞെടുപ്പിന് വിധേയരായ MLAമാരെ ചേർത്തുകൊണ്ട് അവരിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ ഒരു അഭിപ്രായമുണ്ട്, UDF മന്ത്രിസഭയുടെ നിലനിന്നിരുന്ന കാലത്ത് ആഭ്യന്തരത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല ഒരു സീനിയർ നേതാവെന്ന രീതിയിൽ ഈ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കുമെങ്കിൽ സന്തോഷം. താങ്ക് യു ആൾ.